വാർത്തകളിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും പൊതുജന ശ്രദ്ധയിലെത്തിക്കുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതകളിലൊന്നാണെന്ന് മന്ത്രി എം.ബി. രാജേഷ് കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വികസന പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ച് അതിലിടപെടുകയെന്നതും പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതയാണെന്നും ഇത്തരം കാര്യങ്ങളിൽ തൃത്താലയിലെ മാധ്യമപ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒരുപക്ഷെ ഈ സംസ്ഥാന തലത്തിലോ അതിനു മുകളിലോ ഒക്കെയുള്ള മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായിരിക്കും കഴിയുക. നല്ല നിലയിൽ തൃത്താലയിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ ഈ ചുമതല നിർവഹിച്ചു വരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്നായി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സജീവമായ ഒരു മാധ്യമ സംഘം തൃത്താലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പ്രസ് ക്ലബ്ബ് കൂടി വരുമ്പോൾ അത് കൂടുതൽ സജീവവും സംഘടിതവുമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരു വേദിയായി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊരു സൗകര്യമായി ഇവിടെ വന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്താം. കൂറ്റനാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി. മൂസ പെരിങ്ങോട് അധ്യക്ഷനായി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ ചെയർമാൻ വി. സെയ്ദ് എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ എം.എൽ.എമാരായ വി. ടി. ബൽറാം, വി. കെ. ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. ആർ. കുഞ്ഞുണ്ണി, KPCC നിർവാഹക സമിതി അംഗം സി. വി. ബാലചന്ദ്രൻ, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ, ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ. മുഹമ്മദ്, പട്ടിത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കൽ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പ്രസ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് പ്രസ് ക്ലബ് വക 2025 വർഷത്തെ ഡയറിയും സമ്മാനിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ പ്രസ് ക്ലബ് രക്ഷാധികാരി CK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു. കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. CCTV ന്യൂസ് തൃത്താല.